ഹലോ വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്ലസ് ടു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത. ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കുട്ടികൾ എല്ലാവരും. കാരണം മഴയാണ്, സ്കൂളുകളൊക്കെ ക്യാമ്പാണ്. അപ്പൊ എക്സാം നിലവിൽ നടത്തും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പ്രസന്റിലുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ടൈം ടേബിളിൽ. കാരണം നിങ്ങൾ ഒരാഴ്ചയും കൂടി ടൈം ഉണ്ടല്ലോ, പഠിക്കാതിരിക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്ന മക്കള് ദയവ് ചെയ്ത് ഒരു സെക്കൻഡ് പോലും കളയരുത്. കാരണം ബേസിക്കലി പറയുകയാണെങ്കിൽ സയൻസ് സബ്ജക്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സാം തുടങ്ങുന്നത് 17-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജോട് കൂടി തുടങ്ങി 18-ാം തീയതിയുള്ള ബയോളജിയോട് കൂടി തീരും എന്നുള്ളൊരു 20-ാം തീയതി അല്ലെ 20-ാം തീയതിയുള്ള ഇംഗ്ലീഷോട് കൂടി തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവരുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു ട്രാപ്പാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ അല്ലെ, മൺഡേയിൽ അവർക്ക് സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ കെമിസ്ട്രിയും ഉണ്ട്. അതുപോലെ തന്നെ 18-ാം തീയതി മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ബയോളജിയും ഉണ്ടായിരുന്നു. ഫിസിക്സും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും 19-ാം തീയതിയും 20-ാം തീയതി ഇംഗ്ലീഷുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശരിക്കും ഒരു ദിവസം 2 എക്സാം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അടുത്ത ആഴ്ച 1 വീക്ക് ഇവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ബട്ട് ബയോളജി, അതായത് 18-ാം തീയതി നടക്കാനിരിക്കുന്ന ബയോളജി 14-ാം തീയതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പൊ പറയുന്നത്. അതായത് അടുത്ത വെള്ളിയാഴ്ച തന്നെ സയൻസ് സ്ട്രീമുകാർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ വടക്കൻ സർ തേഴ്സ്ഡേ നടക്കാനിരുന്ന അക്കൗണ്ടൻസി കൂടി, കൊമേഴ്സുകാരുടെ അക്കൗണ്ടൻസിയും അതേപോലെ സയൻസുകാരുടെ ബയോളജിയും 14-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് അത് വന്നിട്ടില്ല. ബട്ട് അതിന്റെ ഇന്ന് തന്നെ അന്തിമ തീരുമാനം ഉണ്ടാവും മക്കളെ. അത് 100% അതാകാൻ തന്നെയാണ് സാധ്യത. അപ്പൊ 14-ാം തീയതി തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും ഒരിക്കലും ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 17-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് എന്നുള്ള നിലക്ക് വെയിറ്റ് ചെയ്യരുത്. 14-ാം തീയതി തന്നെ നിങ്ങൾക്ക് എക്സാം. ഒരു സന്തോഷ വാർത്ത, ഒരു ദുഃഖ വാർത്തയുണ്ട്. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം തന്നെ 2 എക്സാം എഴുതുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് 14-ാം തീയതിയിലേക്ക് ഒരു എക്സാം വന്നു. പക്ഷെ സങ്കടം എന്താണെന്ന് അടുത്ത ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്ത എക്സാം നേരത്തെ തുടങ്ങുകയാണ്. സോ പഠനത്തിന്റെ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി മാറ്റേണ്ട ടൈം എത്തി. മാത്തമാറ്റിക്സും ബയോളജിയും ഒരുമിച്ചായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. സോ ആ ഒരു എക്സാമിനേഷൻ ആണ് അവർക്ക് റിലാക്സ് ആയിട്ട് ബയോളജി ശരിക്കും കുറച്ചധികം പഠിക്കാറുണ്ട്. സന്തോഷ വാർത്ത ഇപ്പൊ തന്നെ ആ ഒരു ടൈം ടേബിൾ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഒഫീഷ്യൽ ആയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഓൾറെഡി നമ്മളത് പറഞ്ഞു. സോ അത്രയും ഇതുപോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. സീ യു സൂൺ. ബൈ.